നമസ്കാരം. 20th അവറാണ് നിഗൂഢതകളുടെ 20ാം മണിക്കൂർ. ഓസ്ട്രേലിയയിൽ അവിടെ ക്യൂൻസ്ലാൻഡിൽ ടോയ എന്നൊരു പെൺകുട്ടി, ആ പെൺകുട്ടി ഒരിക്കൽ ഒരു ബീച്ചിലൂടെ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ അവളുടെ കയ്യിലൊരു നായ. ആ നായ എതിരെ വന്ന ആളെ നോക്കി കുരച്ചു. അതിൽ പ്രകോപിതനായി ഒരു ഇന്ത്യക്കാരനായിരുന്നു നേഴ്സ് അതിക്രൂരമായിട്ടാണ് ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത്. എത്രയോ നിഗൂഢമായിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നു നമുക്ക് ചുറ്റും. ആ നിഗൂഢതകളിലേക്ക് വെളിച്ചം വീശുകയാണ് 20th അവർ. സ്വാഗതം. ഓസ്ട്രേലിയൻ സ്ത്രീയെ ആ ഇന്ത്യൻ നേഴ്സ് കൊന്നത് അതിനിഷ്ഠൂരമായി. കഴുത്തറുത്തും നെഞ്ചിൽ കുത്തിയും കൊലപാതകം. പ്രതി കുറ്റക്കാരനെന്ന് ഓസ്ട്രേലിയയിലെ സുപ്രീം കോടതി. ഒക്ടോബറിലായിരുന്നു ആ സംഭവം. 22-ാം തീയതി കെയ്ൻസ് എന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 40 കിലോമീറ്റർ അകലെയുള്ള വാങ്കട്ടി എന്നൊരു ബീച്ച്. ടോയ കോഡിംഗ്ലി, ആ പെൺകുട്ടിയുടെ പേര് അതായിരുന്നു. അവളെ മരിച്ച നിലയിൽ ആ ബീച്ചിനുള്ളിൽ തന്നെ, ബീച്ചിന്റെ സൈഡിൽ തന്നെ കുഴിച്ചിട്ട നിലയിലാണ് അവളുടെ മൃതദേഹം കണ്ടെത്തുന്നത്. ഇന്ത്യൻ വംശജനായിട്ടുള്ള 41 വയസ്സുകാരൻ രാജ്വീന്ദറാണ് അവളെ കൊലപ്പെടുത്തിയതെന്ന് പോലീസിന് വ്യക്തമായി. ഇയാളൊരു നേഴ്സായിരുന്നു. ബീച്ചിൽ വെച്ച് നടന്ന വാക്കുതർക്കത്തിന് പിന്നാലെ കൊലപാതകമെന്നായിരുന്നു പോലീസിന്റെ നിഗമനം. എന്താണെന്ന് ശരിക്കും സംഭവിച്ചത്? അന്ന് ഭാര്യയുമായി വഴക്കുണ്ടാക്കിയതിന് പിന്നാലെയാണ് ഈ രാജ്വീന്ദർ ബീച്ചിലേക്ക് പോയത്. വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ അയാൾ കയ്യിൽ ഒരു കത്തി കരുതിയിരുന്നു. ഈ സമയത്താണ് ഫാർമസി ജീവനക്കാരിയായിട്ടുള്ള ടോയ കോഡിംഗ്ലി തന്റെ നായയുമായി ബീച്ചിൽ നടക്കാനിറങ്ങുന്നത്. ടോയുടെ നായ രാജ്വീന്ദർ സിംഗിനെ നോക്കി കുരയ്ക്കാൻ തുടങ്ങി. ഇതിന്റെ പേരിൽ രണ്ടുപേരും തമ്മിൽ വഴക്കായി. രാജ്വീന്ദർ തന്റെ കയ്യിലുള്ള കത്തി ഉപയോഗിച്ച് അവളെ കുത്തി ബീച്ചിൽ തന്നെ കുഴിച്ചിട്ടു. നായയോ ആ ബീച്ചിൽ അവൾ കിടന്ന ആ കുഴിക്ക് സമീപം ഒരു മരത്തിൽ കെട്ടിയിട്ടു. അയാൾ കൊലപാതകം നടന്നു. 2 ദിവസം കഴിഞ്ഞതോടെ ഇയാൾ ഭാര്യയും അയാൾക്ക് 3 മക്കളുണ്ട്. ഇവർ 4 പേരെയും ഉപേക്ഷിച്ച് ഓസ്ട്രേലിയയിൽ നിന്ന് തന്നെ രക്ഷപ്പെട്ടു കളഞ്ഞു. കാരണം അയാൾക്കറിയാം പോലീസ് ഇയാൾക്ക് പിന്നാലെ എത്തുമെന്ന്. സ്വന്തം ഭാര്യയോടും മക്കളോടും പറഞ്ഞത് മുത്തച്ഛന് സുഖമില്ല, അതുകൊണ്ട് നാട്ടിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെ മുത്തച്ഛനെ കാണാൻ വേണ്ടി പോയ രാജ്വീന്ദർ സിംഗ് പിന്നെ അയാളെ പറ്റി ഒരു വിവരവുമില്ല ഈ കുടുംബത്തിന്. നാട്ടിലെത്തിയ ശേഷം വീട്ടുകാരുമായി ബന്ധപ്പെടാതിരിക്കാൻ അയാൾ പരമാവധി ശ്രമിച്ചു. കൊലപാതകം നടന്ന ഏതാണ്ട് 3 ആഴ്ചയ്ക്കുള്ളിൽ രാജ്വീന്ദർ ആണ് ഈ സംഭവത്തിന് പിന്നിലെന്ന് പോലീസിന് വ്യക്തമായി. അങ്ങനെ രാജ്വീന്ദറിനായി പോലീസ് നോട്ടീസ് ഇറക്കി. ക്യൂൻസ്ലാൻഡ് പോലീസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അത്ര വലിയ പാരിതോഷികം ഒരു പ്രതിക്കായി, ഒരു ക്രിമിനലിനായി പ്രഖ്യാപിക്കുന്നത്. എത്രയാണെന്നോ? 1 മില്യൺ, $1,00,000 ഓസ്ട്രേലിയൻ ഡോളറായിരുന്നു ക്യൂൻസ്ലാൻഡ് പോലീസിന്റെ ആ പാരിതോഷികം. ഈ കേസിലാണ് സുപ്രീം കോടതിയിൽ ശിക്ഷാവിധി നടന്നത്. അന്നത്തെ സംഭവത്തെ പറ്റി പ്രോസിക്യൂട്ടർ തന്നെ പറയുന്നു. Hundreds of police were involved in this investigation who completed more than 3,000 investigative tasks, and the investigation saw the first ever $1 million reward granted. അങ്ങനെ ഇയാൾ 2018 കൊലപാതകം നടത്തി ഇയാൾ മുങ്ങി. പിന്നെ ഇയാളെ പറ്റി ഒരു വിവരമില്ല. 4 വർഷത്തിലേറെയാണ് ഇയാൾ ഒളിവിൽ കഴിഞ്ഞത്. എവിടെയായിരുന്നു ഇയാൾ? ഇയാൾ ഇന്ത്യയിലേക്ക് എത്തിയിരുന്നു, പക്ഷേ സ്വന്തം നാട്ടിലല്ല. ഇയാളെ പിടികൂടുന്നത് ഡൽഹിയിൽ വെച്ചാണ്. ഡൽഹിയിൽ അവിടെ ഒരു സിഖ് ക്ഷേത്രത്തിൽ വെച്ച് ഇയാളെ പിടികൂടുന്നു. ഇനി ഈ ശിക്ഷാവിധി വായിച്ചപ്പോൾ, ഇയാൾ കുറ്റക്കാരനാണെന്നുള്ള കുറ്റപത്രം ജഡ്ജി വായിച്ചപ്പോൾ ആ പാവം പെൺകുട്ടിയുടെ അച്ഛൻ വികാരഭരിതനായി. നീ നരകിക്കും, നീ നരകിച്ചേ മരിക്കൂ എന്നായിരുന്നു ആ കൊലപാതകിയോട് അവളുടെ അച്ഛന്റെ ആദ്യ പ്രതികരണം. Today's verdict has delivered a form of justice, but for us there can never be true justice as we now live in a world without Toya and the world is a poorer place for it. ഈ ലോകം അത് നല്ലതല്ല. ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസം
അത് നീതി നടപ്പാകുന്നതിന്റെ ദിവസമാണ്. പക്ഷേ ഞങ്ങൾക്ക് ഈ ലോകം ഇഷ്ടമല്ല, കാരണം ഞങ്ങളുടെ ടോയിയെ നഷ്ടമായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുക പ്രയാസകരമാണെന്നായിരുന്നു ആ അച്ഛൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. എന്തായാലും ടോയുടെ ഫോൺ ലൊക്കേഷനും ഈ രജ്വീന്ദർ സിംഗിന്റെ കാറിന്റെ സഞ്ചാരവും ഒക്കെ ചേർത്ത് നോക്കിയാണ് ഒത്തുവെച്ചാണ് പോലീസ് ഈ പ്രതിയിലേക്ക് അനായാസം എത്തിയത്. ഇതിന് പിന്നാലെ ക്വീൻസ്ലാൻഡിൽ വലിയ പ്രതിഷേധമുയർന്നു. സ്ത്രീ സുരക്ഷ അത് ചോദ്യചിഹ്നമായി നിൽക്കുന്നു എന്നുള്ളതൊക്കെയായിരുന്നു അന്നത്തെ വലിയ പ്രതിഷേധങ്ങളിലൊന്ന്. ഇനി അവളുടെ അമ്മയോ വല്ലാതെ തകർന്ന അവസ്ഥയിലാണ്. ഇപ്പോഴും അവർ ആ ആഘാതത്തിൽ നിന്ന് കരകയറിയിട്ടില്ല എന്ന് ഇന്ന് കോടതിക്ക് മുന്നിലെ ആ വാക്കുകളിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട്. Today is a big piece of this journey that needed an ending, and most of all, justice for our Toya. As far as the person who committed this murder and inflicted a horrible death on our daughter, it will never be forgiven by us. We will never forget this lovable, innocent, full of life young woman, and we will always wonder what could have been if her life was not cut so short. ആ അമ്മ പറയുന്ന മറ്റൊരു കാര്യം, നിങ്ങളൊരു കൊലപാതകം മാത്രമല്ല ചെയ്തത്, നിങ്ങൾ വിലപിടിപ്പുള്ള ഒരു കാര്യം ഞങ്ങളിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയി. ആ വിലപിടിപ്പുള്ള കാര്യം ഞങ്ങളുടെ മകളാണ്. അവളുടെ സാമീപ്യം, അവളുടെ സ്നേഹമൊക്കെയാണ് നിങ്ങൾ അന്ന് ആ ബീച്ചിൽ തോന്നിവാസം കൊണ്ട് നിങ്ങൾ കവർന്നെടുത്തത് എന്നാണ്. എന്താണല്ലോ ന്യൂഡൽഹിയിലെ സിഖ് ഗുരുദ്വാരയിൽ വെച്ച് ഡൽഹി പോലീസാണ് ഈ രജ്വീന്ദർ സിംഗിനെ അറസ്റ്റ് ചെയ്തത്. പിന്നീട് ഓസ്ട്രേലിയയിലേക്ക് ഇയാളെ നാട് കടത്തുകയാണ് നമ്മൾ ചെയ്തത്. വിധി പ്രസ്താവിച്ച ജഡ്ജി മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചു. ഇയാൾ അതുവരെ ആരും കരുതാത്തൊരു കാര്യം, അന്ന് ആ ബീച്ചിൽ വെച്ച് ഒരു ലൈംഗിക അതിക്രമം രജ്വീന്ദർ ആ പെൺകുട്ടിയുടെ നേരെ, ടോയുടെ നേരെ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് ആ ജഡ്ജി ഇന്ന് ആ ന്യായപീഠത്തിലിരുന്ന് സംസാരിച്ചത്. Rajwinder Singh, I'm sentencing you for the murder of Toya Cordingley. This was a shocking and sickening episode of violence, cruelty and depravity perpetrated by you, culminating in the senseless killing of an innocent young woman who was a total stranger to you. The obvious explanation that comes to mind is that Ms. Cordingley caught you where you approached her while you were engaged in some kind of activity of a sexual or perverted nature. You took flight like a gutless coward, lying to your friends, your family and your work about the reasons for your hasty departure. Your only concern was to save your own skin. ഏതാണ്ട് 80-ലധികം സാക്ഷികളെ വിസ്തരിച്ചു. അതിനൊടുവിലാണ് ആ കുറ്റപത്രത്തിലേക്ക് സുപ്രീം കോടതി എത്തുന്നത്. സാക്ഷി വിസ്താരത്തിൽ ഈ കൂടെ ജോലി ചെയ്തവരൊക്കെ പറയുന്നത് മറ്റൊരു കാര്യമാണ്, ഇയാൾ ഒരു ഗംഭീര കക്ഷിയാണ് എന്നുള്ളതായിരുന്നു. അത്രമാത്രം ഭംഗിയായിട്ട് ഇയാൾ കാര്യങ്ങൾ പെരുമാറിയിരുന്നു. ജോലിയിൽ വളരെ മിടുക്കനായിരുന്നു. ഒരിക്കൽ പോലും അവർക്കൊരു ദുരനുഭവം രജ്വീന്ദറിൽ നിന്നുണ്ടായിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. എന്താണെങ്കിലും ഇത്രമാത്രം ക്രൂരത കാഴ്ചവെച്ച അയാൾ, ഒരു രാജ്യത്തിൻ്റെ പേര് തന്നെ ലോകത്തിന് മുന്നിൽ അപമാനിച്ച അയാൾ ഇനി ഓസ്ട്രേലിയയിലെ ആ ജയിലിൽ തന്നെ കിടക്കട്ടെ. കാരണം അത്രമാത്രം വലിയ ക്രൂരതയാണ്. ഒന്നും ചെയ്യാത്ത ഒരു പെൺകുട്ടിയെ, ഒരു സാധു പെൺകുട്ടിയെ നിഷ്ഠൂരം കൊന്ന ബീച്ചിൽ കുഴിച്ചു മൂടിയത്. കഴിഞ്ഞ ദിവസം പാലക്കാട് ഒരു വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ വാർത്ത എല്ലാവരും ശ്രദ്ധിച്ചതാണ്. അതിൽ നിർണായകമായിട്ടുള്ള വഴിത്തിരിവുണ്ടായി. ആ 6 പേരെ രക്ഷപ്പെടാൻ സഹായിച്ചയാൾ പിടിയിലായി. പനമണ്ണ സ്വദേശി അഭിജിത്തിനെയാണ് പോലീസ് പിടികൂടിയത്. ഈ അഭിജിത്ത് നേരിട്ട് ഈ കൃത്യത്തിൽ ഇടപെട്ടയാളല്ല. പക്ഷേ ആ സംഭവത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പേരെ ഒളിവിൽ പോകാൻ സഹായിച്ചു അഭിജിത്ത്. അതിനാണ് ഇപ്പോൾ അഭിജിത്തിനെ പോലീസ് പിടികൂടിയത്. രക്ഷപ്പെട്ടത് വ്യവസായി VP മുഹമ്മദ് അലിയാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്കുള്ള യാത്രയിലായിരുന്നു അദ്ദേഹം. പട്ടാമ്പി മുതൽ ഇദ്ദേഹത്തെ ഈ അക്രമി സംഘം ഒരു കാറിൽ പിന്തുടരുന്നുണ്ടായിരുന്നു. ഒരു വെൽഫെയർ കാറിലാണ് ഈ വ്യവസായി പോരുന്നത്. ഇവർ ഇന്നോവ കാറിലെത്തി. കാർ വട്ടം വെച്ച് കവർന്നെടുക്കുന്ന സാഹചര്യം. ഈ തട്ടിക്കൊണ്ടുപോകലിനിടെ ക്രൂരമർദ്ദനമാണ് അദ്ദേഹം നേരിട്ടത്. കൊട്ടേഷൻ സംഘമാണ് മർദ്ദിച്ചതെന്ന് മുഹമ്മദ് അലി ഇന്ന് ആശുപത്രിയിലൊക്കെ വെച്ച് പറയുന്നുണ്ട്. 70 കോടി രൂപ ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്.
തിരുമിറ്റക്കോട് കോഴിക്കാട്ടരി പാലം അവിടെ വെച്ച് ഈ വാഹനം കുറുകെ നിർത്തുന്നു. മുഹമ്മദ് അലിയെ തോക്കു ചൂണ്ടി തട്ടിക്കൊണ്ടുപോകുന്നു. അങ്ങനെയാണ് കാറിലേക്ക് കയറ്റുന്നത്. മലപ്പുറം ജില്ലയുടെ ഭാഗത്തേക്ക് ആദ്യം ഈ കാറ് പോയി. പിന്നീട് മറ്റൊരു വാഹനത്തിലേക്ക് മുഹമ്മദ് അലിയെ മാറ്റി. 7 പേരാണ് ഈ സംഘത്തിലുണ്ടായിരുന്നതെന്ന് മുഹമ്മദ് അലി ഓർത്തെടുക്കുന്നുണ്ട്. കാറിൽ വെച്ച് ക്രൂരമായി മുഹമ്മദ് അലിയെ മർദ്ദിച്ചു. അതിനുശേഷം കോതകുറിശ്ശിയിലെ ഒരു ആളൊഴിഞ്ഞ വീട്ടിലേക്ക് ഈ വ്യവസായിയെ കൊണ്ടുപോയി. അവിടെ വെച്ചും ക്രൂരമായ മർദ്ദനമാണ്. ചുണ്ടിൽ കത്തികൊണ്ട് വരഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് അലിയുടെ മുഖം നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. ഒരു പേര് പോലീസിനോട് പറഞ്ഞിട്ടുണ്ടോ? പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ടൈമല്ല, ഞാൻ ചെയ്യാം. സംസാരിക്കാൻ പ്രയാസമാണ് മുഹമ്മദ് അലിക്ക്, കാരണം ഇവിടെ ഒരു വരഞ്ഞ പാടാണ്. ഇനി വാഹനത്തിൽ വെച്ച് കാനഡയിലുള്ള ഒരു മകനുണ്ട് മുഹമ്മദ് അലിക്ക്. മുഹമ്മദ് അലിയുടെ ആ മകന് 70 കോടി രൂപ വേണം എന്നാവശ്യപ്പെട്ട ഇവർ ഒരു സന്ദേശം മുഹമ്മദ് അലിയെ കൊണ്ട് അയപ്പിച്ചു. പോലീസിനെ അറിയിക്കരുതെന്നും മകന് ഈ അയപ്പിച്ച സന്ദേശത്തിൽ കൃത്യമായിട്ടുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. കൊട്ടേഷൻ ടീം അങ്ങനെ ഈ ആളഞ്ഞ് വീട്ടിലേക്ക് ഇയാളെ കൊണ്ടുപോയി. അവിടെ വെച്ചാണ് കാര്യങ്ങൾ ട്വിസ്റ്റ് ആകുന്നത്. ഇവർ അടിച്ച് ഫിറ്റായി. കൊട്ടേഷൻ സംഘം അത്യാവശ്യം അബോധാവസ്ഥയിലായി. ഈ സമയത്ത് പുലർച്ചയോടുകൂടി ഇവർ ബോധരഹിതരായി എന്ന് ഉറപ്പാക്കിയ മുഹമ്മദ് അലി തടവിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. ആദ്യം അടുത്തുള്ള ഒരു പള്ളിയിലേക്കാണ് എത്തിയത്. ആ പള്ളിയിൽ വെച്ചായിരുന്നു ആദ്യം ഇയാൾക്ക് പോലീസിൽ സമീപിക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയത്. ഇവര് ഫുള്ള് മദ്യപിച്ചപ്പോൾ ആ ഒരു സമയത്ത് പുള്ളി ഇറങ്ങിപ്പോന്നതാണ്. അവരൊരു വീട്ടിലേക്ക് കൊണ്ടുപോയി ദർശനം അവിടെ നിന്ന് ഇറങ്ങിപ്പോരാണ് ഉണ്ടായത്. പിന്നെ പള്ളിയിൽ വന്ന് പിന്നെ ആളുകളാണ് അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ട് വന്നിട്ടുള്ളത്. നന്നായി മർദ്ദിച്ചിട്ടുണ്ട്. മേലെ പിന്നെ അതിൻ്റെ ഇവിടെയൊക്കെ മുറികളുണ്ട്, മേലിൽ കൂടെയൊക്കെ മുറികളുണ്ട്. ആയുധങ്ങൾ ഉപയോഗിച്ചതുപോലെ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് ദർശനം പറഞ്ഞത്. കൈകൊണ്ടാണ് പരിക്കെടുത്തത് എന്നാണ് പറഞ്ഞത്. പിന്നെ പുള്ളി പറയുന്നത്, അതായത് പിന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രശ്നങ്ങളില്ല, ഒരു സംഗതി ഇല്ല. പിന്നെ അല്ല, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. ഇതിന്റെ മുമ്പൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് അതൊരു ഇവിടുത്തെ ആരാണ് എന്നുള്ള കാസർഗോഡ് എല്ലാ ആളുകളാണ് എന്ന് തോന്നിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ ആരാണ് ഇതിന് പിന്നിൽ എന്നുള്ളത് ഇപ്പോഴും അവ്യക്തമാണ്. പക്ഷേ ചില സൂചനകളുണ്ട്. മുഹമ്മദ് അലി പ്രധാന ഷെയർ ഹോൾഡർ ആയിട്ടുള്ള നീലഗിരിയിലെ ഒരു കോളേജ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു കേസ് സുപ്രീം കോടതിയിൽ നിലവിൽ നടക്കുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ടാവാം ഈ ഒരു ആക്രമണം എന്നാണ് കരുതുന്നത്. കാരണം ആ കൊട്ടേഷനിടെ, ആ ക്രൂര മർദ്ദനത്തിനിടെ ആ കാര്യങ്ങൾ ഇവർ സംസാരിച്ചിരുന്നുവെന്നാണ് ഈ മുഹമ്മദ് അലിയുടെ സഹോദരൻ പറയുന്നത്. സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കേസ് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടായിരിക്കും എന്നുള്ളൊരു ഇവര് പറഞ്ഞു എന്നാണ് പറയുന്നത്. അതിൽ അവര് ചോദിച്ചു എന്തൊരു 17 CR കാര്യം എന്തോ അവര് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. മർദ്ദിച്ച ആളുകൾ അങ്ങനെ ആ മർദ്ദിച്ച ആളുകളിലേക്ക് ഈ 6 അംഗ സംഘത്തിലേക്ക് ഉടൻ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. എന്നാലും മുഹമ്മദിന്റെ കുടുംബം പറയുന്നത് ചിലരൊക്കെ സംശയമുണ്ട് എന്ന് തന്നെയാണ്. പോലീസ് വിശദമായി അന്വേഷിക്കുന്നു. ഉടൻ തന്നെ അവർ എല്ലാവരിലേക്കും പ്രതികളിലേക്ക് എത്താൻ കഴിയട്ടെ. ഒരു പേര് പോലീസ് ഒരു ഭാരത് ബെൻസ് ലോറി നിറയെ മൈദച്ചാക്ക് നിറച്ച് എത്തുകയാണ്. പോലീസ് അത് പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയത് 3 ലക്ഷം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ. പൊന്നാനി ഹൈവേയിൽ നിന്നാണ് ഇത്തരത്തിലൊരു ലഹരി വേട്ട, നിരോധിത പുകയില വേട്ട നടത്തുന്നത്. ലോറിയിൽ കടത്തിയിരുന്നത് ഹാൻസ് എന്ന നിരോധിത പുകയില ഉൽപ്പന്നമാണ്. വിപണിയിൽ, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 3 ലക്ഷം പാക്കറ്റുകളാണ്. ഏതാണ്ട് 1.5 കോടി രൂപ അതിന് വില മതിക്കുമെന്നാണ് പോലീസിന്റെ ഒരു അനുമാനം. ലോറി ഡ്രൈവർ അത് ഒറ്റപ്പാലം സ്വദേശിയാണ് മോഹൻദാസ്. ഇയാളാണ് കസ്റ്റഡിയിലുള്ളത്.
കാസർഗോഡ് നിന്ന് എറണാകുളം ജില്ലയിലേക്ക്, അതായത് കൃത്യമായി പറഞ്ഞാൽ പെരുമ്പാവൂരിലേക്കാണ് ഇത് കൊണ്ടുപോയത് എന്നാണ് ഈ മോഹൻദാസ് പറയുന്നത്. എങ്ങനെയാണ് പോലീസിന് ഇങ്ങനൊരു സൂചന ലഭിക്കുന്നത്? മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന് ഈ വിവരം കൈമാറുന്നത് നാർക്കോട്ടിക് ഡിവൈഎസ്പി ആണ്. മൈദ ചാക്കുകൾക്കിടയിലാണ് ഇത് ഒളിപ്പിച്ച് കടത്തിയിരുന്നത്. മൈദ ചാക്കുകൾ കൊണ്ട് നിറഞ്ഞ ഒരു ലോറി, ആ ലോറിയുടെ നടുവിലായി ചണം കൊണ്ടുള്ള ചാക്കുകളിൽ നിറയെ ഹാൻസിന്റെ പാക്കറ്റുകൾ. തീയതി വൈകിട്ട് പൊന്നാനി റൂട്ട് വഴി ഒരു ലോറിയിൽ, അതായത് വ്യക്തമായ ഇൻഫർമേഷനാണ്, അതായത് ഒരു ലോറിയിൽ പ്രത്യേകിച്ച് ബെൻസ്, ഭാരത് ബെൻസിൻ്റെ വെള്ള ഒരു ലോറിയിൽ ഹാൻസ് നിരോധ പുകയില കടത്തിക്കൊണ്ടുവരുന്നതായിട്ട് നമുക്കൊരു രഹസ്യവിവരം കിട്ടി. അത് നമ്മൾ നാർക്കോട്ടിക് DSPക്ക് കിട്ടി. അദ്ദേഹം SP മുഖാന്തരം ഞങ്ങൾക്ക് അറിയിച്ചതാണ്. അപ്പോൾ അതിൻ പ്രകാരം ഞങ്ങൾ പെട്രോളിംഗ് ഉണ്ടായിരുന്ന പാർട്ടി അറിയിച്ച് നമ്മൾ കണ്ടാർമക്കാൻ്റെ ഇപ്പുറത്തുള്ള ഷാട്ടൻ്റെ ഭാഗത്ത് റോഡിൽ നിന്ന് പരിശോധന നടത്തുമ്പോൾ ഈ ലോറി വന്നത് കാണപ്പെട്ടു. ആ ലോറിയിൽ നമ്മൾ ആദ്യം പരിശോധന കൈയടിച്ച് ഒതുക്കി നിർത്തി. പിന്നെ ഹൈവേയിൽ നമുക്ക് നിർത്താൻ പറ്റാണ്ട് നമ്മുടെ സൈഡിലോട്ട് മാറ്റി ഇറക്കി നിർത്തിയിട്ട് ചോദിച്ചു. ആദ്യം കാര്യങ്ങളെ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് മൈദ മാവാണ് എന്ന് പറഞ്ഞു. എന്നാൽ അയാൾക്കൊരു കരിങ്കലുണ്ട്, നമുക്കുള്ള ഇൻഫർമേഷൻ കറക്റ്റാണ്. അങ്ങനെ നമ്മളെന്ന് പറഞ്ഞാൽ തുറന്ന് കാണിക്കാൻ പറഞ്ഞപ്പോൾ ഇയാൾക്ക് മടിയായി. പിന്നെ നമ്മളത് നേരെ കയറി ഒരു പോലീസുകാരനെ കൊണ്ട് അതിനകത്ത് നോക്കിയപ്പോഴത്തേക്ക് സൈഡിൽ, അതായത് ഏറ്റവും പുറകിൽ ഫുള്ള് മൈദ മാവ് അടുക്കിയിട്ടുണ്ട്, മുകൾ ഭാഗത്തും മൈദ മാവ് അടുക്കിയിട്ടുണ്ട്. ഹാൻഡ്സ് പാക്കറ്റ് നിറഞ്ഞ ചാക്കുകൾക്ക് ചുറ്റും മൈദ ചാക്കുകൾ നിരത്തി വെച്ച് ഒരു കടത്ത്. 3 ലക്ഷത്തോളം ഹാൻഡ്സ് പാക്കറ്റുകളാണ് അങ്ങനെ പോലീസ് പിടിച്ചെടുത്തത്. 200ഓളം വലിയ ചാക്കുകളായിരുന്നു ഈ ഹാൻഡ്സിന്റെ പാക്കറ്റുകൾ എന്നാണ്. പെരുമ്പാവൂരിലേക്കുള്ള ലോഡ് ആണ് ഇത്തരത്തിൽ ആ ഡ്രൈവർ കടത്തിയത് എന്ന് പറയുന്നു. എന്നാലും ഡ്രൈവർ പറഞ്ഞത് കൂടുതൽ വിവരങ്ങളാണ്. പോലീസിന് അതൊരു പുതിയ ഇൻഫർമേഷനുമായിരുന്നു. 200 ചണച്ചാക്കിനകത്ത് വീണ്ടും അഡീഷണൽ 50 വീതം കൊള്ളുന്ന 2 ചാക്ക് വീതമുണ്ട്. ഒരു ചണച്ചാക്കിനകത്തിന് വേറെ പ്ലാസ്റ്റിക്കിൻ്റെ 2 ചാക്ക് വെച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ 400 ചാക്ക്. അതിൽ ഓരോ ചെറിയ ചാക്കിലും 50 പാക്കറ്റുണ്ട്. ആ 50 പാക്കറ്റിൽ ഓരോ പാക്കറ്റിനകത്തും 15 വീതമുള്ള മാല. ആ 15 കൂട്ടുകയാണെങ്കിൽ തന്നെ 3 ലക്ഷം പീസ് ഉണ്ട്. അതിലിപ്പോൾ നിലവിൽ അവർ 50 വെച്ചാണ് വെളിയിലൊക്കെ പലയിടത്തും കൊടുക്കുന്നത്. അങ്ങനെ വെച്ച് കണക്കാക്കിയപ്പോൾ 1.5 കോടി രൂപയുടെ മൂല്യമുള്ള ഹാൻസാണ് നമ്മൾ പിടിച്ചെടുത്തിരിക്കുന്നത്. പിന്നെ വണ്ടി, ബെൻസ് മോഡൽ ലോറി. ദിലീപിന്റെ പഴയൊരു സിനിമയിൽ ഇത്തരത്തിൽ സ്പിരിറ്റ് കടത്തുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ എത്ര വാഹനങ്ങളിലായിരിക്കും അല്ലേ ഇതുപോലുള്ള ലഹരി വസ്തുക്കൾ കടത്തുന്നത്. എന്താണെങ്കിലും ഈ ഡ്രൈവർ മോഹൻദാസ് അത്ര ക്ലീൻ കക്ഷിയൊന്നുമല്ല. നേരത്തെയും ഇയാൾക്കെതിരെ കേസുണ്ട്. എന്താണെങ്കിലും തിരൂർ DYSP KJ ജോൺസൺ, മലപ്പുറം ജില്ലാ നാർക്കോട്ടിക് സെൽ DYSP സിബി ഇവരുടെ നേതൃത്വത്തിലായിരുന്നു ഒരു വലിയ സംഘം. പൊന്നാനി ഇൻസ്പെക്ടർ അഷ്റഫും SI ജസ്റ്റിനും തിരൂർ താനൂർ ഡാൻസ് ഓഫ് ടീമുകളും CPO രഘു, ഐഡ്രിൻ കാർവാലിയോ എന്നിവരൊക്കെ ചേർന്ന ഒരു വലിയ സംഘം ഇത്തരത്തിലൊരു വൻ ഹാൻഡ്സ് വേട്ട നടത്തിയത്. ഈ രാഷ്ട്രീയ നേതാക്കൾ ചില സമയങ്ങളിൽ ഭീഷണിയുടെ സ്വരമെടുക്കും. അത് ചിലപ്പോൾ പറഞ്ഞത് വഴങ്ങാതെ വരുമ്പോഴാണ്. അത്തരത്തിലൊരു സംഭവം ധൈര്യപൂർവ്വം പരാതിയുമായി എത്തിയിരിക്കുകയാണ്. അത് പോലീസ് അന്വേഷിക്കട്ടെ, വ്യക്തത വരട്ടെ. എന്താണെങ്കിലും കലോത്സവത്തിന്റെ പേരിലുള്ള പിരിവ് നിർബന്ധിതമായിരുന്നു. അത്തരത്തിൽ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നാണ് കാസർഗോട്ടെ ഒരു ലോഡ്ജ് ഉടമയുടെ പരാതി. കാസർഗോഡ് ചിറ്റാരിക്കൽ അവിടെ സബ് ജില്ലാ കലോത്സവത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ പണപ്പിരിവ്. കോൺഗ്രസിന്റെ നേതാവാണ് നിർബന്ധിതമായി പിരിവ് വേണമെന്ന് ആവശ്യപ്പെട്ട് ഈ ലോഡ്ജിലേക്ക് എത്തുകയാണ്. ഏതാണ്ട് ഒക്ടോബർ മാസത്തിൽ നടന്ന സംഭവമാണ് കേട്ടോ. അവിടെ കോൺഗ്രസ് നേതാവ് റോഷി ജോസ് എന്നയാളാണ് വധഭീഷണി മുഴക്കിയെന്ന് ഈ ലോഡ്ജ് ഉടമ പരാതിപ്പെടുന്നത്. ലോഡ്ജ് ഉടമയുടെ പേര് യേശുദാസ് തോമസ് എന്നാണ്. ലോഡ്ജിലെ CCTVയിൽ ഈ 2 പേരും ചേർന്ന് തർക്കിക്കുന്ന ദൃശ്യങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അതിലെ ശബ്ദവും വ്യക്തമാണ്. നമുക്ക് കേൾക്കാം ആദ്യം എന്താണ് ആ മുറിക്കുള്ളിൽ സംഭവിച്ചത്. എന്നെ മാന്യത പഠിപ്പിക്കാനും നമ്മുടെ കാര്യങ്ങൾ ഞാനും നല്ല സംരംഭമായിട്ട് ഇനി വരും. നമ്മൾ കാണുകയും ചെയ്യും.
നമ്മൾ തമ്മിൽ നല്ല ബന്ധത്തിൽ പോവുകയും ചെയ്യും. നല്ല ബന്ധത്തിൽ കുറിച്ച് നോക്കണം. നല്ല ബന്ധത്തിൽ കുറിച്ച് നോക്കണം. എന്റെ പൊന്നു റോഡ്മാനെ നമ്മള് മനുഷ്യരെ ഉപദ്രവിക്കാൻ ഞാൻ ഉപദ്രവിച്ചിട്ടില്ല. നീ പറഞ്ഞല്ലോ ഞാൻ ഉപദ്രവിച്ചത്. നമ്മൾ തമ്മിൽ നല്ല ബന്ധത്തിൽ പോകണം, അതിന് ചില കാര്യങ്ങൾ വേണം എന്നുള്ളതാണ് അവിടുത്തെ നിർബന്ധം. എന്താണെങ്കിലും അതിനുശേഷം പുറത്തേക്ക് വാതിൽ തുറന്നിറങ്ങുന്നുണ്ട്. അവിടെയും തർക്കം തുടരുന്നുണ്ട്. പുറത്തിറങ്ങുമ്പോഴും പുറത്തെ രണ്ടാമത്തെ CCTV. അങ്ങനെ സംഭവത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ് യേശുദാസ്. ഈ ദൃശ്യങ്ങളൊക്കെ ആ പരാതിയുടെ കൂടെ സമർപ്പിച്ചിട്ടുമുണ്ട്. ചെറുപുഴ പഞ്ചായത്തിൽ അധികാരത്തിൽ വരുമെന്നും ആ സംരംഭം നശിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ പറയുന്നു. എന്താണെങ്കിലും സംഭവത്തിന് ശേഷവും ആ വധഭീഷണി തന്നെ മുടക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നും യേശുദാസ് തോമസ് പറയുന്നു. കഴിഞ്ഞ ഒക്ടോബർ 15-ാം തീയതി എൻ്റെ കുണ്ടനിർത്തുള്ള ഒരു സ്ഥാപനത്തിൽ പാലാവയിൽ സ്കൂൾ കലോത്സവവുമായിട്ട് ബന്ധപ്പെട്ട് 3 അധ്യാപകർ, റോഷി മാഷ് അടക്കമുള്ള 3 അധ്യാപകർ അവിടെ വരികയും അവരെന്നോട് ഒരു 10,000 രൂപ സംഭാവന ആവശ്യപ്പെടുകയും ചെയ്തു. ഞാനപ്പോൾ അവരോട് പറഞ്ഞു, ഞാൻ ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ, വരുമാനമൊന്നും ആയിട്ടില്ല, ഒരു മാസം എനിക്ക് 7,500 രൂപയാണ് കിട്ടിയിരിക്കുന്നത്, 2 സ്റ്റാഫിനായിട്ട് 30,000 രൂപ എനിക്ക് ചിലവുണ്ട്, അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഞാൻ പോകുന്നത്, എനിക്ക് അത്രയും രൂപ തരാനില്ല, ഞാനൊരു 1000 രൂപ തരാമെന്ന്. അപ്പം അവരാദ്യം നിർബന്ധിച്ചു. പിന്നീട് ഞാൻ തരികയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ റോഷി മാഷ് 2,000 രൂപയുടെ ഒരു രസീത് എനിക്ക് എഴുതി തന്നു, 2 കൂപ്പൺ മുറിച്ചെനിക്ക് തന്നു. ഞാൻ പറഞ്ഞു, ഞാൻ 1000 രൂപ തരുള്ളൂ എന്ന് പറഞ്ഞാൽ 1000 രൂപ കൊടുത്തു. ബാക്കി 1000 രൂപയുടെ കൂപ്പൺ തിരിച്ചു കൊടുത്തു. റോഷി മാഷ് പെട്ടെന്ന് എന്നെ ഭീഷണി സ്വരത്തിൽ സംസാരിക്കുകയും, നീ കോഴിച്ചാലിലുള്ളവരല്ലേ, നീ കോഴിച്ചാലിലേക്ക് വാ, അവിടെ വെച്ച് കാണാം എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക ചെയ്തു. അങ്ങനെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് റോഷി ജോസ് പറയുന്നത്. എന്തായാലും ഈ യേശുദാസ് പറയുന്നത്. റോഷി ജോസ് ആരായിരുന്നു? ചെറുപുഴ പഞ്ചായത്തിലെ 10ാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ് കേട്ടോ ഇക്കുറി. എന്തായാലും തെരഞ്ഞെടുപ്പ് സമയമാണ്. അപ്പോൾ ഈ ഉയർന്ന പരാതിയിലെ സത്യാവസ്ഥ പോലീസ് തന്നെ കണ്ടെത്തട്ടെ. മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാണ് അദ്ദേഹം. ശാരീരികമായി ആക്രമിച്ചുവെന്നൊക്കെ പരാതിയിൽ പറയുന്നുണ്ട്. ഈ നിഗൂഢതകളുടെ 20ാം മണിക്കൂർ അപൂർണമാവുകയാണ്. വീണ്ടും നാളെ 20th അവർ 20ാം മണിക്കൂർ. നമസ്കാരം.